ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായി കേട്ടോ. കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇത് ഞാൻ 2 ദിവസം മുമ്പേ എടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ. ഇത് ഞാൻ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയൊരു ചെറിയൊരു കൂടൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ സ്വന്തം റിസ്കിലെടുത്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെറിയൊരു ഫ്രെയിമൊക്കെ അടിച്ച് വന്നപ്പോൾ പിന്നെ നമ്മളെ അതിൽ വലിയ ആണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് 2 ആണിയൊക്കെ അടിച്ചപ്പോൾ വലിയ ടൈറ്റൊന്നും തോന്നാണ്ടായപ്പം ഞാൻ വിചാരിച്ച് ഈ അതിന് നല്ല കയറിടില്ല, നല്ല മുറുക്കുള്ള കയറിട്ട് കെട്ടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഷാളിൻ്റെ കഷ്ണം കൊണ്ടാട്ടോ കെട്ടുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് നല്ലോണം ടൈറ്റായി അങ്ങ് നിന്നോളും. അപ്പോൾ എന്തായാലും ഇതേപോലെ കേട്ടോ. ഇനി നമ്മൾ കൂടിൻ്റെ ഉൾഭാഗത്തേക്കാട്ടോ കൊണ്ടുവരണം. കൂടിൻ്റെ ഉൾഭാഗം നമ്മൾ വലൻ്റെ ഭാഗത്തേക്കാട്ടോ കൊണ്ടുവരണം. ഇനി അവിടെ നിന്നാട്ടോ നമ്മൾ ഇതൊക്കെ ഒന്നും കൂടി അവിടെ സെറ്റാക്കുന്ന വെച്ചാൽ നമ്മൾ പുറത്തുനിന്നേ ഇതുണ്ടാക്കി കൊണ്ട് നമ്മൾ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയിട്ടാട്ടോ ചെയ്യുന്നത്. ഇതൊന്നും ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ കാണിക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ നിങ്ങളും കൂടി കാണണം എൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ വില. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇത് തന്നെ കേട്ടോ. ഇതേപോലെ കുറച്ച് കമ്പുകൾ കിട്ടാനായി കുറച്ച് ബുദ്ധിമുട്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഏറ്റവും ചിലവ് ചുരുക്കിയ കൂടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഏറ്റവും ചിലവ് കുറഞ്ഞാൽ കുറവുള്ളൊരു കൂടാട്ടോ. പിന്നെ അതുമല്ല, ഞാൻ വെറുതെ പറയുന്ന കേട്ടോ. അതൊക്കെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളിപ്പോൾ പുറത്തേക്കൊന്ന് അയച്ചു വിടാനും അതേപോലെ തീറ്റ കറക്റ്റായിട്ട് അവർക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് നമ്മുടെ വലൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കൂടൊക്കെ ഒന്ന് റെഡി ആക്കണമെന്നേ ഉള്ളായിരുന്നു. വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ എന്തായാലും നമ്മൾ വാടകയ്ക്ക് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൂടൊന്നും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു കോഴിക്കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കൂട് മാത്രം, അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും മക്കളും കൂടി ഉണ്ടായിരുന്നുണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ ഇങ്ങനെയൊക്കെ ഓരോരോ പരിപാടി വരുമ്പോഴാണ് നമുക്ക് ഒരു ദിവസം എൻ്റെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഒരു ദിവസം എൻ്റെ അങ്ങ് പോകുമെന്ന് വെച്ചാൽ വീഡിയോ ഇടാനും പറ്റില്ല, എഡിറ്റ് ചെയ്യാനും പറ്റില്ല, ഒന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ എന്താ പറയുക പണികൾക്ക് അങ്ങ് സമയം ചിലവായിപ്പോവും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കൂടിൻ്റെ കോഴിക്കോട് ഉണ്ടാക്കാനുള്ള ഒരു ഇത്. ഇനി ഇതിൻ്റെ മേലെ മൊത്തം വല കവർ ചെയ്തെടുക്കട്ടെ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പ് കുറച്ച് വല ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കി ഇതിൽ മറച്ചു കൊടുക്കാൻ വിചാരിച്ച്. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലട്ടെ ഞാൻ വിചാരിച്ചത്. പക്ഷേ എല്ലാം കൂടി കെട്ടിയാക്കി വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയിട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മളെ വലിയ കോഴികൾക്കൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറാനോ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്താനോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണം എടുക്കാനൊന്നും പറ്റില്ല. വികാരമില്ലാത്ത ജന്തു. അങ്ങനെ നമ്മൾ ഏകദേശം വലയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക വലിയത് തോന്നുന്നില്ല. പുറത്തുനിന്ന് ഞാൻ കാണിച്ചു കേട്ടോ. ഇതാട്ടോ ഉൾഭാഗം. അയ്യോ, കുറച്ച് എന്താ പറയുക അത്യാവശ്യം പിന്നെ കുറച്ച് വലുപ്പത്തിലാട്ടോ ഞാൻ അത് ഉണ്ടാക്കി. ഇത് വെറുതെ ചിലവൊക്കെ ചുരുക്കിയിട്ടുണ്ടാക്കിയാട്ടോ. വെറുതെ കുഞ്ഞുങ്ങളിടാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ കൂട് കണ്ടിട്ട് ആരും കളിയാക്കണ്ട. ഇത് എന്നെക്കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള കൂടാട്ടോ. കുഞ്ഞുങ്ങളെ കുറച്ച് മണ്ണിലൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ ചെയ്തത്. ഇത് ഇവിടുന്ന് എടുത്തു കൊണ്ടൊന്നും പറ്റില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതുണ്ടല്ലേ, ഇങ്ങനെ കാണിക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാട്ടോ. അത് കുറച്ച് ഇളകി കളിക്കുന്നൊക്കെ ഉണ്ട്, മണ്ണിലല്ല കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി കോഴിക്കുഞ്ഞുങ്ങളെ അതിലേക്ക് ഇറക്കാൻ പോകാം കേട്ടോ. ഇത് മൊത്തം ഇതേപോലെ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്താട്ടോ. ഇതിൻ്റെ കുറച്ച് നെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പയ്ക്ക് തോന്നിയൊരു ഐഡിയ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കോഴിക്കുഞ്ഞിനെ ഇറക്കി നോക്കാം. ഇതിൽ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. കുറച്ച് സ്ഥലം ഇവരിപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ എന്താ പറയുക അവർക്ക് ഇങ്ങനെ നിലത്ത് ചകഞ്ഞ് തിന്നാനൊക്കെ ഇതിലൊക്കെ ആണെങ്കിൽ ചകഞ്ഞ് തിന്നാറുണ്ട് കേട്ടോ. എന്നാലും കുറച്ച് പുറത്തിറക്കുമ്പോൾ അവർക്കൊരു സുഖമാണല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ കുറച്ച് വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ 1-2 ഒക്കെ കുറച്ച് വലിപ്പം കുറവുള്ളതുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഒന്നും പറയണ്ട. നമുക്ക് എന്തായാലും കോഴിക്കുഞ്ഞുങ്ങളെ നേരിട്ട് നമുക്ക് ആ നെറ്റിൻ്റെ ഇപ്പം ഉണ്ടാക്കിയ ഒരു നെറ്റിൻ്റെ ആ ഇതിലേക്ക് മാറ്റാം കേട്ടോ. അവരെ പിടിക്കാനാണ് ഇതിൻ്റെ റിസ്ക് അല്ലേ. ഇതിപ്പം മാർച്ച് 3 ആയാലും 1 മാസമാവും കേട്ടോ അവർക്ക്.
ഒരു കോഴിമക്കളുണ്ട്. അങ്ങനെ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു വലൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ എന്താ പറയുക, നമുക്ക് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് തുറന്ന് വിടുകയും ചെയ്യാം. വലുതാ. പിന്നെ നമ്മൾ വലൻ്റെ ഉള്ളിൽ കോഴികളൊക്കെ തുറന്നിടുന്നതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടി തുറന്നിടാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ടാട്ടോ നമ്മൾ കോഴിക്കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഇതാക്കുന്ന ആദ്യമായിട്ടാട്ടോ നമ്മൾ ആദ്യമായിട്ടെന്നല്ല ഇവരെ നമ്മൾ ആദ്യമായിട്ടാട്ടോ നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നതും അതേപോലെ മണ്ണിലേക്ക് ഇറക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും അവർക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ഉഷാർ കേട്ടോ. അതിൻ്റെ വലൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ രാവിലെ ആയി കഴിഞ്ഞാൽ തള്ളക്കോയിനെ പുറത്തേക്ക് ഇറക്കും കേട്ടോ. നമ്മുടെ തള്ളക്കോയും ഉണ്ട്, അവരടുത്ത് തന്നെ പുറത്തേക്ക് ഇറക്കിയ സന്തോഷത്തിലാട്ടോ നമ്മളെ തള്ളക്കോയും കൂടി. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തള്ളക്കോയിനെ ഇതിലേക്ക് ചിലപ്പോൾ ആക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടല്ലേ, ഇപ്പോൾ ചൂടിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഇതിലിപ്പോൾ ഏകദേശം 1-2 കോഴിക്കുഞ്ഞല്ലോ കേട്ടോ, ഒരു ഏകദേശം വലിപ്പം കുറവുള്ളത്. എനിക്കൊന്നത് നമ്മൾ ലാസ്റ്റ് 2 കോഴിമുട്ട വിരിയാനുള്ള ഇല്ലായിരുന്നു, അതിൻ്റെ കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നുണ്ട്. 2 ചെറുതാട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായി. ഇത് ഞാൻ കുറേ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിക്കും. നമ്മൾ മനുഷ്യനെ കാത്തുനിന്നാൽ എന്താ പറയുക, മനുഷ്യ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത് അറിയാനുണ്ട്. എന്താ വെച്ചാൽ അവിടെയുള്ള കാലുകളൊക്കെ അങ്ങനെ വളഞ്ഞാട്ടിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നമ്മളിത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നില്ലല്ലോ, ഇവിടെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പുറത്തേക്ക് ഇതേപോലെയൊക്കെ ഒന്ന് നമുക്ക് കഴിയുമ്പോൾ തന്നെ ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഇതേപോലത്തെ ചെറിയ വല ഉണ്ടല്ലോ, ആ വലയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ വലൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ, നമ്മൾ പുറത്തേക്കല്ലല്ലോ, നമ്മൾ ഈ കോയിനൊക്കെ തുറന്ന് വിടുന്ന വലൻ്റെ ഉൾഭാഗത്ത് തന്നെയാട്ടോ നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. എന്നാലും വേറെ കോഴികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ ഇങ്ങനെ ചെയ്താൽ. അല്ലെങ്കിൽ എന്താ പറയുക, ഇവർക്ക് ഇട്ട് കൊടുക്കുന്ന തീറ്റ നമ്മുടെ വലിയ കോഴികൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ അതിലൊരു വലിയ കോഴി ഉണ്ട് കേട്ടോ, അത് കണ്ടേ, ചെറിയ കോഴികളിൽ വലിയ കോഴിയില്ലേ, അത് പൂവൻകുട്ടി എന്നുണ്ട്. അതാണ് ഇത്ര എന്താ പറയുക ഒരിത്. അപ്പോൾ അതിന് നമ്മൾ ഇതിലേക്ക് ഇട്ടാട്ടോ. അതും പുറത്തേക്ക് തുറന്നു വിടുന്ന കോഴികൾ, അതിൽ 1-2 ഇനിയും ഉണ്ട്. 4 കോഴികളാട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ചെറുതാണല്ലോ, അവിടെ അവരപ്പം നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ റെഡി ആയിക്കോളും. മിക്കവാറും പുറത്തേക്ക് ഇറക്കേണ്ട അവസ്ഥയാണ്. നമ്മളെ വലിയ കോഴി ഉണ്ടല്ലോ, ആ വലുതൊന്നുമല്ല, അന്ന വലുതൊന്നുമല്ല, അവരെ എന്താ പറയുക മൂപ്പനായിട്ട് എല്ലാവരെയും കൊത്തുന്നുണ്ട്. തള്ളക്കോയിനപ്പുറം പോകാനേ, അതാ അവിടെ തള്ളക്കോയി പുറത്തുള്ളത് കൊണ്ട് തന്നെ ഗ്യാപ്പ് ഉണ്ടോ നോക്കുകയാണ് പോകാനുള്ളത്. അതെ, നമ്മളെ തള്ളക്കോയിനെയും കൂടി നമ്മുടെ വലൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അവർ അധികം കുഞ്ഞുങ്ങളെപ്പുറം നിൽക്കാറില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ തള്ളക്കോയിനെ കൂടി ഇതിലേക്ക് കൂട്ടിലേക്ക് മാറ്റിയാട്ടോ.